ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ഈ കാണുന്ന ക്യാമറൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇത് 3 ലെൻസ് വരുന്ന ഒരു 4G ക്യാമറയാണ് കേട്ടോ. 4Gയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അഥവാ ഇനി 4G കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ലാൻ വഴി കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മോഡത്തിൻ്റെ ബാക്കിൽ Cat6 കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ആ Cat6 കൊടുത്താൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണായിട്ട് ഒരു പവർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതിൻ്റെ ബോക്സിൻ്റെ കൂടെ വരുന്നത് ക്യാമറ ഉണ്ടാവും, അതിൻ്റെ അഡാപ്റ്റർ ഉണ്ടാവും, പിന്നെ വാറണ്ടി പേപ്പർ ഉണ്ടാവും, സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള 2 സ്ക്രൂവും ഉണ്ടാവും. അതിൻ്റെ അഡാപ്റ്റർ വരുന്നത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് കേട്ടോ അത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ DC പോർട്ടിലൂടെ നമുക്ക് പവർ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ സിം ഇടുന്നതിന് പകരം ഞാനിവിടെ ലാൻഡിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് മോഡത്തിൽ നിന്ന് എടുത്തൊരു മോഡത്തിൻ്റെ ബാക്കിൽ കുത്തിയിട്ട് Cat6 കേബിളാണ്. അപ്പോൾ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോണിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഈ സൈഡുള്ള ചെറിയ ക്യാമറ നമുക്ക് 180 ഡിഗ്രി താഴത്തോട്ടും 180 ഡിഗ്രി സൈഡിലോട്ടും മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സെൻറ്ററിലുള്ള ക്യാമറ 355 ഡിഗ്രി 2 സൈഡിലോട്ടും 90 ഡിഗ്രി താഴത്തോട്ടും അങ്ങനെ തിരിക്കാൻ പറ്റും. അത് നമുക്ക് സെൻറ്ററത്തെ ഈ ക്യാമറ നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റേ രണ്ടും മാനുവലായിട്ടും. ഇപ്പോൾ ടോട്ടൽ 3 വ്യൂ ഉണ്ടാവും ഈ ക്യാമറക്ക്. പിന്നെ ഈ ക്യാമറയിൽ തന്നെ അല്ലേ ഫുൾ HD വീഡിയോ ഉണ്ടാവും, 2-way ഓഡിയോ. ക്യാമറൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നത് നമുക്കിതിൽ ഫോണിൽ കേൾക്കാനും നമുക്ക് ഫോണിൽ സംസാരിക്കുന്നത് ക്യാമറൻ്റെ അടുത്തുള്ള ആൾക്ക് കേൾക്കാനും പറ്റും. പിന്നെ ഹ്യൂമൻ ഇൻസ്ട്രക്ഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് മോഷൻ ഡിറ്റക്ഷന് മാത്രമല്ല, മോഷൻ ഡിറ്റക്ഷൻ അലാറം നമുക്ക് വെക്കാൻ പറ്റും. അതായത് നമ്മൾ വർക്ക് എടുക്കുന്ന സൈഡിലൊക്കെ വെച്ചാൽ രാത്രിയൊക്കെ ആരെങ്കിലും വന്നാൽ സൈറൺ അടിക്കുന്ന രൂപത്തിൽ നമുക്ക് ആക്കി വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ SD കാർഡ് ഉണ്ട്. മെമ്മറി കാർഡ് ഇട്ടാണ് നമുക്ക് പ്ലേ ബാക്ക് കിട്ടുക. അപ്പോൾ മെമ്മറി കാർഡ് ഇല്ലാതെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് അവൈലബിൾ ആണ്. അത് നമ്മൾ ക്യാഷ് കൊടുത്താണ് നമ്മൾ വാങ്ങണം. ക്ലൗഡ് സ്റ്റോറേജ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അപ് ടു 128 GB വരെയുള്ള മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ മെമ്മറി കാർഡ് ഇടുമ്പോൾ ഇതുപോലത്തെ സർവൈലൻസ് മെമ്മറി കാർഡ് ഇടുക. അതായത് മെമ്മറി കാർഡിൻ്റെ പുറത്ത് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് സപ്പോർട്ടാണോ അല്ലേന്ന്. ഇതിപ്പോൾ കണ്ടല്ലോ, നമുക്ക് ഈ കാണുന്ന ഇതിലൊക്കെ ഈ മെമ്മറി കാർഡ് സപ്പോർട്ടാവും. അപ്പോൾ അതാ ഇവിടെ ക്യാമറൻ്റെ ഐക്കൺ കണ്ടല്ലോ, ഈ ക്യാമറയിലും ഇത് സപ്പോർട്ടാവും. ക്യാമറയിലും നമ്മുടെ ഫോണിലും എല്ലാത്തിലും സപ്പോർട്ടാവുന്നൊരു മെമ്മറി കാർഡാണിത്. പിന്നെയുള്ളത് ഡേ നൈറ്റ് വിഷൻ. പകല് കാണുന്നത് പോലെ രാത്രിയും കളറായിട്ട് കാണാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലായിട്ട് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉണ്ടാവുക. നമുക്ക് ഇതിൻ്റെ മുകളിൽ ലൈറ്റ് കാണാൻ പറ്റുമല്ലോ ക്യാമറിൻ്റെ. ഈ കാണുന്നതൊക്കെ ലൈറ്റാണ്. അതായത് ക്യാമറിൻ്റെ സെൻറ്ററിലല്ലാതെ ചുറ്റുപാടും കാണുന്ന ലൈറ്റാണ്. ആ ലൈറ്റ് ഓൺ ചെയ്താൽ നമുക്ക് കളറായിട്ട് കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ IR ഇനേബിൾ ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മോഷൻ ഡിറ്റക്ഷന് ഈ ലൈറ്റ് ഇട്ട് വെച്ചാൽ, അതായത് ആൾ വരുമ്പോൾ മാത്രം ലൈറ്റ് ഓൺ ആവുന്ന രീതിയിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അലാറം നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറൻ്റെ സ്പെസിഫിക്കേഷൻ. പിന്നെ ഈ ക്യാമറ ഓരോ ക്യാമറയും 5MP അങ്ങനെ വരുന്ന കേട്ടോ. ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ V380 Pro എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ബോക്സിൻ്റെ പുറത്തുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ചെയ്താണ് നിങ്ങൾ രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ കൊടുത്തിട്ട് നിങ്ങളെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പേജ് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് തന്നെ ഉള്ള ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമറന്റെ ഏതെങ്കിലും സൈഡിൽ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പെർമിഷൻ ചോദിക്കും. പെർമിഷൻ ജസ്റ്റ് അലോ കൊടുക്കുക. സ്കാൻ ചെയ്യുക. 4G ക്യാമറ ആയതുകൊണ്ട് സ്കാൻ ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുക, ദ ഡിവൈസ് ഈസ് ഓൺലൈൻ. അപ്പോൾ മറ്റ് ക്യാമറ ആണെങ്കിൽ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 4G ക്യാമറ കോൺഫിഗറേഷൻ ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ സ്കാൻ ബാക്കിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ഇങ്ങനെ വരും. ജസ്റ്റ് ആഡ് ഡിവൈസ് കൊടുത്താൽ മതി. അപ്പോൾ ഡിവൈസ് ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പേര് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ വ്യൂ ഡിവൈസ് കൊടുത്താൽ മതി. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് എൻ്റർ ദ ഡിവൈസ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാമറ ഒന്ന് ജസ്റ്റ് റീസെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ക്യാമറ ഇങ്ങനത്തെ 4G ക്യാമറ ഒക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ക്യാമറയുടെ അടിയിൽ നമ്മൾ മെമ്മറി കാർഡ് എന്ന ഭാഗത്ത് റീസെറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൻ കേബിളൊക്കെ കണക്ട് ചെയ്ത് ഇവിടെ ഇതേമാതിരി ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ്
ഒരു 5 സെക്കൻഡ്. Reset completed. Camera is restarting. ഇപ്പോൾ ക്യാമറ റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് റീസ്റ്റാർട്ട് ആയിട്ട് വരും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ക്യാമറ റീസെറ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ടായി വന്ന് നെറ്റ്വർക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിലേക്കൊന്ന് ചെയ്ത് റീഫ്രഷ് ആക്കുക. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ വിഷ്വൽ എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ക്ലാരിറ്റി ഞാൻ പുറത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഈ എല്ലിൽ നിന്ന് കാണുന്നത് ലെഫ്റ്റ് ഉള്ളത്, 6 കാണുന്ന റൈറ്റ് ഉള്ളത്. പിന്നെ ഈ അടിയിൽ കാണുന്ന PTZ പറയുന്നത് നമ്മുടെ സെൻറ്ററിലുള്ള ക്യാമറ. ഇതിൽ നമുക്ക് വോയിസ് കേൾക്കണമെങ്കിൽ ഇതാ ഇവിടെ ഈ ഇന്നത് അത് എനേബിൾ ചെയ്താൽ മതി. പിന്നെ ഈ SD എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്താൽ ഒന്ന് HD ആവും. HD ആകുമ്പോൾ കുറച്ചും കൂടി ഇൻ്റർനെറ്റ് കൺസ്യൂം ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഒന്ന് കൂടും. പിന്നെ നമുക്ക് സ്പീക്കറിന് ഓപ്ഷൻ ഉണ്ട്. സ്പീക്കർ ക്ലിക്ക് ചെയ്ത് എല്ലാം കൊടുത്താൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒന്ന് ഹോൾഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. പിന്നെ PTZ ഓപ്ഷൻ നമുക്ക് തിരിക്കാൻ ക്യാമറ. ഓക്കെ, ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ എന്തൊക്കെ ഓപ്ഷൻ വരുന്നത് വെച്ചാൽ അലാറം ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലൈറ്റ് കൺട്രോൾ ഉണ്ട്, അത് ഓട്ടോയിൽ. ഇനി ഓണാക്കി വെക്കുകയാണെങ്കിൽ നല്ല വെളിച്ചമാണ് ഇതിൻ്റെ 4 ഭാഗത്തും. അതായത് 2 ഭാഗത്ത് സൈഡ് ലൈറ്റും പിന്നെ മുകളിലും താഴെയും മൊത്തം ലൈറ്റാണ്. അപ്പോൾ അത് ഓട്ടോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നുള്ളത് മോഷൻ ട്രാക്കിംഗ് ആണ്. മോഷൻ ട്രാക്കിങ് നമ്മൾ അത് ഇനേബിൾ ചെയ്താൽ ക്യാമറ അങ്ങനെ തിരിഞ്ഞ് കളിക്കും. ഇപ്പോൾ സെറ്റ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ക്യാമറ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഏത് ഭാഗത്തേക്കാണ് വരേണ്ടത് ആ ഭാഗത്തേക്ക് അത് ലെൻസ് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ മോഡ്, PTZ, കാലിബ്രേഷൻ, ഇമേജ് സെറ്റിങ്സ്, AI ഇവൻറ്റ് ഇൻസൈറ്റ് ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് നോർമലായിട്ട് ഇതിൽ കിട്ടൂല. എന്താണെന്ന് വെച്ചാൽ അതിന് സബ്സ്ക്രിപ്ഷൻ നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലേക്ക് പോകും. നമുക്ക് ഇതിൽ പ്ലേ ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് SD കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെക്കോർഡ് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് കാണാൻ പറ്റില്ല. നമുക്ക് ക്യാമറൻ്റെ വ്യൂ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡിവൈസിൻ്റെ 3 ഡോട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തില്ല നമുക്ക് ഷെയർ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ മാത്രം ഷെയർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. ഇനി അലോ ഫുൾ കൺട്രോൾ ഷെയർ ചെയ്യണമെങ്കിൽ അലോ കൺട്രോൾ എന്ന് കൊടുത്തിട്ട് നമ്മൾ കൺഫേം കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതിനോ ഈ ഓപ്ഷൻ. അപ്പോൾ ഈ QR കോഡ് അവരുടെ ഫോണിൽ സ്കാൻ ചെയ്താൽ മതി. അവരും ഇതുപോലെ അവരുടെ മെയിൽ ID ഫോൺ നമ്പർ എന്തെങ്കിലും വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ ആദ്യം, എന്നിട്ട് സ്കാൻ ചെയ്യണം. പിന്നെ കുറച്ച് സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ എന്താക്കുക നോക്കാം. സെറ്റിങ്സിൽ ഫസ്റ്റ് തന്നെ പാസ്വേഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ ഇൻപുട്ട് യൂസർ നെയിം അഡ്മിൻ എന്ന് കൊടുക്കുക. പിന്നെ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അഡ്മിൻ @123 എന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാനുള്ളതാണ് നമ്മൾ നോർമലായിട്ട് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത് അഡ്മിൻ @123 എന്നാണ്. മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ചിലപ്പം ഞാൻ അഥവാ പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ കാണുന്നത് പാസ്വേഡ് അത് എൻ്റർ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ക്യാമറ റെഡിയാക്കിയ അപ്പോൾ തന്നെ നിങ്ങൾ ഡിവൈസ് ടൈം എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ടൈം റെഡിയാക്കി വെക്കുക. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് പ്ലേ ബാക്ക് സെർച്ച് ചെയ്യുമ്പോൾ ടൈമിന് കിട്ടുള്ളൂ. അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ ഇന്ത്യയിൽ അത് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് അടിക്കുക. പിന്നെ സെറ്റിങ്സിൽ കയറിയാൽ അലാറം സെറ്റിങ്സ് കാണാം. അലാറം സെറ്റിങ്സിൽ നിങ്ങൾക്ക് അലാറം ഓൺ ആക്കിയാൽ മോഷൻ ഡിറ്റക്ഷൻ അലാറം ആണെങ്കിൽ, അതായത് ഒരാൾ വന്നാൽ അലാറം അടിക്കുന്ന രൂപത്തിൽ അങ്ങനെ ആക്കി വെക്കുക. മോഷൻ ഡിറ്റക്ഷൻ അലാറം തന്നെ നിങ്ങൾക്ക് ടൈം പീരീഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അലാറം പീരീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ടൈമാണ് വേണ്ടത്, ഓൾ ഡേ ആണെങ്കിൽ ഓൾ ഡേ എടുക്കുക, ഡേ ടൈം ആണെങ്കിൽ ഡേ ടൈം, നൈറ്റിൽ മാത്രമാണെങ്കിൽ നൈറ്റിൽ, അഥവാ കസ്റ്റമൈസ് ആണെങ്കിൽ ടൈം സെറ്റിംഗ് എടുക്കുക. ടൈം പീരീഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ട ടൈമിൽ അലാറം അടിക്കുന്ന, അതായത് മോഷൻ ഡിറ്റക്ഷൻ അലാറം, അതായത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ആരെങ്കിലും വന്നാൽ അലാറം അടിക്കുന്ന ഓപ്ഷൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് ടൈം എന്നുള്ളവിടെ 10 മണി സെലക്ട് ചെയ്യുക. പിന്നെ
എൻഡ് ടൈം എന്നുള്ള സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം, അതെ സ്റ്റാർട്ട് ടൈം 10 മണി എൻഡ് ടൈം 6 മണി അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ അലാറം അടിക്കും, അങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ ആൾക്കാർ എത്തിയാൽ അലാറം അടിക്കണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നുള്ളതാണ് അലാറത്തിൻ്റെ സൗണ്ട്. അത് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അലാറം സൗണ്ട് ഇനേബിൾ ചെയ്തിട്ട് ഹിൻഡ് സൗണ്ട് ടൈപ്പ് ഉള്ളത് സെലക്ട് ചെയ്താൽ കസ്റ്റമൈസ് റെക്കോർഡിംഗ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഡിഫാൾട്ടായിട്ട് ഇതാണ്ടാവുക. കസ്റ്റമൈസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഹലോ, ആരാണ് ക്യാമറക്ക് മുന്നിൽ? എന്നിട്ട് അത് സേവ് അപ്ലൈ കൊടുക്കുക. ഇപ്പോൾ സക്സീഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി മോഷൻ ഡിറ്റക്ട് ചെയ്താൽ ഇതാണ് കേട്ടോ, ഇതാണ് അടിക്കുക. ഹലോ, ആരാണ് ക്യാമറക്ക് മുന്നിൽ? ഹലോ, ആരാണ് ക്യാമറക്ക് മുന്നിൽ? ഹലോ, ആരാണ് ക്യാമറ? അപ്പോൾ ഈ നിങ്ങളിപ്പം കേട്ടതുപോലെ നമുക്ക് കസ്റ്റമൈസ് ആയ വോയിസ് റെക്കോർഡ് ചെയ്താണ്ട് അതിങ്ങനെ കേൾപ്പിക്കുന്ന രൂപത്തിലാക്കാൻ പറ്റും. പിന്നെ അടുത്തത് റെക്കോർഡിംഗ് സെറ്റിങ്സ് ആണ്. അതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇട്ടാൽ മെമ്മറി കാർഡ് ഇവിടെ കാണിക്കും എത്ര % ബാക്കിയുണ്ട്. അതായത് അത് ഞാൻ വേറൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം. അഡ്വാൻസ് സെറ്റിങ്സ് കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾക്ക് ആണെങ്കിൽ ഈ ക്യാമറ നമ്മളെ DVRലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് ക്യാമറ വെച്ചിട്ട് ലാൻ ത്രൂ കണക്ട് ചെയ്തിട്ട് ഓൾറെഡി DVRും ഇതൊക്കെ മറ്റേ അനലോഗ് ക്യാമറ IP ക്യാമറ ഒക്കെ ഉള്ളതാണെങ്കിൽ അതിൽ പോർട്ട് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ഇത് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് പോർട്ട് വയർലെസ് ആയിട്ട് കേട്ടോ, വയർഡ് ആയിട്ടില്ല, വയർലെസ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാർഡ് ഡിസ്കിൽ റെക്കോർഡ് ആകുമ്പോൾ നമുക്ക് ക്യാമറയിൽ മെമ്മറി കാർഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹാർഡ് ഡിസ്ക് ത്രൂ അതിൽ ഡയറക്റ്റ് റെക്കോർഡ് ആയിക്കോളും. അത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്യാമറക്ക് റേറ്റ് വരുന്നത് 4000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ അടിയിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി.